രാഹുലിന് ജാമ്യം, കേക്കച്ചന് ഇനി രാഹുകാലം. രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതം തകർക്കുക, കൗബീന വിപ്ലവത്തിന് നായകൻ എന്ന നിലയ്ക്ക് പിണറായിക്ക് മൂന്നാമതും തുടർഭരണം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ നെട്ടൂർ കേക്കച്ചൻ എന്ന പഴയ മണി ചെയിൻ തട്ടിപ്പുകാരനൊരുക്കിയ രണ്ടാം തേൻകണി കേസിലും പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. രാഹുലിനെ അറസ്റ്റ് ചെയ്താൽ അന്ന് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടണം, എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് മുന്നിലെത്തി ഒപ്പിടണം എന്നിങ്ങനെയാണ് ഉപാധികൾ. വിശദമായ വാദം കേട്ട് 3 ദിവസം കഴിഞ്ഞാണ് വിധി വന്നിരിക്കുന്നത്. എന്നാൽ രാഹുലിനെ എങ്ങനെയും കൊടുക്കുക, മുൻകൂർ ജാമ്യ സാധ്യത തള്ളുക എന്ന ലക്ഷ്യത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കൂടുതൽ വകുപ്പുകൾ ചുമത്തുകയും ചെയ്തിരുന്നു. പിന്തുടർന്ന് ശല്യപ്പെടുത്തുക, ബലാത്കാരമായി തടഞ്ഞു വെക്കുക, അതിക്രമിച്ച് കയറുക എന്നീ വകുപ്പുകളാണ് പുതുതായി ചുമത്തിയിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ലോകത്തിൽ ഇതുപോലൊരു ബലാത്സംഗ വീരനില്ല എന്ന തരത്തിലാണ് കേസ് കെട്ടിച്ചമച്ചിരിക്കുന്നത്. മെഴുകുകൊണ്ടടയ്ക്കാൻ പോയ മുകേഷും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് 2 പീഡന കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ട കൊല്ലംകോഴി മുകേഷും സരിതയുടെ സ്വന്തം ഗണേഷും നാടുനീളെ കൊത്തിച്ചവിട്ടി നടക്കുമ്പോഴാണ് രാഹുലിനെതിരെ ഇപ്രകാരം കേസുകൾ ചാർത്തിക്കൊടുത്ത് വധശിക്ഷ സ്പോട്ടിൽ കൊടുക്കുവാൻ ശ്രമിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഊരും പേരും പോലും വെളിപ്പെടുത്താതെ ആരോ ഒരാൾ KPCC അധ്യക്ഷൻ നൽകിയ പരാതിയിന്മേലാണ് പോലീസ് രണ്ടാമതും ഒരു കേസെടുത്ത് ബലാത്സംഗമടക്കമുള്ള ജാമ്യ വകുപ്പുകൾ ചുമത്തിയത്. കേസുമായി മുന്നോട്ട് പോകുവാൻ താല്പര്യമില്ലാത്ത യുവതിയെ സമ്മർദ്ദത്തിലാക്കുവാൻ കേക്കച്ചൻ്റെ ശിങ്കടികളാണ് ഇപ്രകാരം ഒരു പരാതി തയ്യാറാക്കി KPCC അധ്യക്ഷന് മെയിൽ വഴി നൽകിയത്. അതിനുള്ള കാരണം 2 ആയിരുന്നു. ഒന്ന്, ആദ്യ കേസിൽ ജാമ്യം യാതൊരു കാരണവശാലും ലഭിക്കരുത്, അഥവാ ജാമ്യം ലഭിച്ചാൽ രാഹുലിനെ തിരികെ എടുക്കുവാൻ KC വേണുഗോപാലും സണ്ണി ജോസഫും തയ്യാറെടുക്കുന്നു എന്ന വിവരം ലഭിച്ചപ്പോഴാണ് കേക്കച്ചൻ ഈ അറ്റകൈ പ്രയോഗം നടത്തിയത്. അന്ന് താൽക്കാലികമായി കേക്കച്ചന് അതിൽ 2ലും വിജയമുണ്ടായി. ആദ്യം ഒരു ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തതുകൂടാതെ മറ്റൊരു ബലാത്സംഗ കേസ് കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം രാഹുലിന് നിഷേധിക്കപ്പെട്ടു. കേക്കച്ചനും സംഘവും പ്ലാൻ ചെയ്തതുപോലെ അന്ന് തന്നെ രാഹുലിനെ അവർ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി. ഹൈക്കോടതിയിൽ നിന്നും രാഹുലിന് അനുകൂല വിധി ലഭിക്കും എന്നുറപ്പുണ്ടായിരുന്ന അവർ അതിനു മുമ്പ് തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. തദ്ദേശ തിരഞ്ഞെടുപ്പും മറികടന്നു. തൻ്റെ നിലപാടായിരുന്നു ശരി എന്ന് വരുത്തി തീർക്കാതെ കേരള രാഷ്ട്രീയത്തിൽ ഇനി തനിക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയാണ് ഈ തേൻകണിപ്പണിയുമായി കേക്കച്ചൻ വീണ്ടും ഇറങ്ങിയത്. അതുവഴി പിണറായിക്കും കേക്കച്ചനും തത്വത്തിൽ ഗുണകരമായി. എന്നാൽ അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സകല മാധ്യമങ്ങളും തുടക്കം മുതലേ രാഹുലിനെതിരെ നിന്നപ്പോൾ, തുടക്കം മുതൽ ഈ നിമിഷം വരെ ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഞങ്ങൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പോലും ഞങ്ങളുടെ ആ നിലപാടിൽ 1 ഇഞ്ച് പോലും ഞങ്ങൾ പിന്മാറിയിട്ടില്ല, മാറുകയില്ല, നിലപാട് മാറ്റിയില്ല, വാർത്തകൾ പിൻവലിച്ചില്ല, മാപ്പപേക്ഷിച്ചില്ല, ജീവൻ പോകേണ്ടി വന്നാലും ഞങ്ങളുടെ ആ നിലപാടിൽ ഇനിയൊരു മാറ്റവുമില്ല. ഓഫീസിലെത്തിയാൽ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് കോടതിയെ സമീപിച്ച് നിയമപരമായി പോരാടിക്കൊണ്ട് ഇന്നും ഞങ്ങൾ മുന്നോട്ട് പോകുന്നു, ഒരു ചാഞ്ചാട്ടവും മനസ്താവവും ഇല്ലാതെ. രാഹുലിന് ഇന്ന് മുൻകൂർ ജാമ്യം ലഭിക്കുമ്പോൾ അത് ഞങ്ങൾക്കും ഒരു സന്തോഷത്തിന് വക തരുന്നു. കാരണം ഞങ്ങളുടെ ആ നിലപാടിൻ്റെ കൂടി വിജയമാണിത്. രാഹുലിനെതിരെയുള്ള 2ാമത്തെ വ്യാജ ബലാത്സംഗ പരാതിയും പൊളിയും എന്നിവർക്ക് ഉറപ്പുണ്ടായിരുന്നു. ഓടി വരൂ, എനിക്ക് നിന്നെ ഒന്ന് ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഓടിപ്പോയ ആ അനുസരണയും, എനിക്ക് നിന്നെ ഗർഭിണിയാക്കണമെന്ന് പറഞ്ഞപ്പോൾ കണ്ട ആ അനുസരണയും കോടതി കാണാതെ പോകുമോ? പക്ഷേ ഇതെല്ലാം ആളിക്കത്തിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്നും പിണറായി സർക്കാരിനെ രക്ഷിക്കുവാനും ശ്രദ്ധ തിരിക്കുവാനും വേണ്ടിയായിരുന്നു എന്ന് വ്യക്തം. അതുപോലെ രാഹുലിനെ സപ്പോർട്ട് ചെയ്തിരുന്ന രാഹുൽ ഈശ്വർക്കെതിരെയും എനിക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. അതിൻ്റെ ഉദ്ദേശം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെ ഇവിടെ ഒരു എതിർസ്വരം ഉയരാൻ പാടില്ല എന്നതുകൊണ്ടായിരുന്നു. ഇവിടെയുള്ള സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ അച്ചാരം വാങ്ങി കൃത്യമായ രാഷ്ട്രീയ അജണ്ട വെച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെയുള്ള ജനങ്ങൾ തിരിച്ചറിഞ്ഞു. രാഹുൽ വേട്ടയ്ക്ക് തുടക്കം മുതൽ മുന്നിൽ നിന്നത് മുട്ടിൽ മറിമുറിക്കൊള്ളക്കാരന്മാരുടെ മാധ്യമവേശ്യാ സംഘവും ഏഷ്യാനെറ്റിലെ വാർത്താ കൊട്ടേഷൻ തൊഴിലാളികളുമാണെന്ന് ജനങ്ങൾ ഒടുക്കം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇവരുടെ വാർത്തകൾക്കടിയിൽ വരുന്ന കമൻറ്റുകൾ നിങ്ങളൊന്ന് നോക്കിയാൽ മാത്രം മതി, അത് മനസ്സിലാവും. ഇപ്പോഴിതാ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയാറായി. രാഹുലിനെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മാധ്യമ അഭിസാരിക സംഘത്തിൻ്റെ അജണ്ട നടപ്പിലാക്കി അവർക്ക് അടക്കമായി. അവർ അടുത്ത കൊട്ടേഷനിലേക്ക് കടക്കുകയും ചെയ്തു. എന്നാൽ കേക്കച്ചൻ നടത്തിയ ഈ കന്നന്തിരിവ് കേരളത്തിലെ ജനങ്ങൾ മറക്കുവാൻ പാടില്ല. ഇതിന് നേതൃത്വം നൽകിയ കേക്കച്ചനെ
അവൻ്റെ മണ്ഡലത്തിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ പരാജയപ്പെടുത്തുവാൻ ജനങ്ങളുടെ ആവശ്യപ്രകാരം i2i ന്യൂസ് ആരംഭിച്ച മിഷൻ 250യുടെ 59ാം ദിനമായ ഇന്ന് രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുകയാണ്. ഇനി നിയമപോരാട്ടത്തിൻ്റെ നാൾവഴികൾ. തേൻകണി കേസുകളിൽ കുടുക്കി രാഹുലിനെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അറസ്റ്റ് ചെയ്യുവാനുള്ള അവഹേളിക്കുവാനുള്ള സകല ശ്രമങ്ങളും പാളി പോലീസ് ഒടുവിൽ നാണം കെട്ടപ്പോൾ ഇനി ആകെയുള്ളത് വല്ല വ്യാജ പോക്സോ കേസോ മറ്റോ വല്ല തീവ്രവാദ കേസും കൂടി ചാർത്തി അടുത്ത പണി കൊടുക്കുവാനുള്ള ശ്രമത്തിലാണ് നെട്ടൂർ കേക്കച്ചനും സംഘവും. കോൺഗ്രസിൽ തന്നെ നിലവിൽ ബലാത്സംഗ കേസുകളിൽ അറസ്റ്റിലായി ജയിലിൽ കിടന്ന രണ്ടുപേർ എൽദോസ് കുന്നപ്പള്ളിയും എം വിൻസെൻ്റ് MLAയും MLAമാരായി തന്നെ തുടരുന്നു, പാർട്ടി അംഗങ്ങളായി തന്നെ തുടരുന്നു. അവർക്ക് യാതൊരു പ്രശ്നവുമില്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും വേണ്ട. അതുപോലെ സരിതാ വിഷയത്തിൽ സരിതയെ പീഡിപ്പിച്ചു എന്ന കേസിൽ പ്രതികളായ KC വേണുഗോപാൽ, ഹൈബി ഈഡൻ, അനിൽകുമാർ അടക്കമുള്ളവർ ഇന്നും പാർട്ടിയിൽ തുടരുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. രാഹുലിനെതിരെ ഒരു പരാതിക്കാരി പോലും ഇല്ലാതെ വെറും ആരോപണം വന്ന സമയത്ത് തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെടുത്തി. പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഒരു അന്വേഷണവും പാർട്ടി നടത്താതെ. ഇതിനെതിരെയാണ്, ഈ ഇരട്ടത്താപ്പിനെതിരെയാണ് i2i ന്യൂസ് ശബ്ദിച്ചു തുടങ്ങിയത്. ഈ വിഷയം ആദ്യം ആളിക്കത്തിച്ചതും ജീവൻ വെപ്പിച്ച് കൊണ്ടുപോയതും കേക്കച്ചൻ്റെ കേക്കച്ചിയാണെന്നുള്ള കാര്യം ആരും മറക്കല്ല്. നെട്ടൂർ കേക്കച്ചൻ പിണറായിയുടെ ഒരു ഏജൻ്റാണ്. പിണറായിക്ക് തുടർഭരണം ലഭിക്കുവാൻ പ്രയത്നിക്കുന്ന മാമയാണ് ഇയാൾ എന്ന് ഞങ്ങൾ തുടക്കം മുതലേ പറയുന്നതിൻ്റെ മറ്റൊരു തെളിവ് കാണുക. കേക്കച്ചൻ്റെ തനിനിറം ജനങ്ങളെ അറിയിക്കുവാൻ i2i ന്യൂസ് ആരംഭിച്ച മിഷൻ 250 പൊളിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്ത് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കുവാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ 25 വർഷം ഇടതുപക്ഷത്തിൻ്റെ ഇതേ കരുതലും സ്നേഹവും ഉള്ളതുകൊണ്ടാണ് ആ പഴയ നെട്ടൂരിലെ മണി ചെയിൻ തട്ടിപ്പുകാരൻ താരകപ്പെണ്ണിൻ്റെ സ്വന്തം കേക്കച്ചൻ പറവൂരിൽ നിന്നും തുടർച്ചയായി 5 തവണ വിജയിച്ചത്. പിണറായിയുടെ സകല തീവിട്ടക്കൊള്ളകൾക്കും പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലിരുന്ന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഈ പരമ കള്ളനെ സംരക്ഷിക്കേണ്ടുന്നത് ഇന്ന് പിണറായി വിജയൻ്റെ കൂടി കടമയാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയണം. ആ സ്നേഹം കൊണ്ടാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് അകത്തിടുവാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് വല്ലപ്പോഴും മാത്രം സത്യം അറിയാതെ വിളിച്ചു പറയുന്ന വെള്ളാപ്പള്ളി പോലും ആ പരമസത്യം വിളിച്ചു പറഞ്ഞത് ഈ നെട്ടൂർ കേക്കച്ചനാണ് പിണറായിയുടെ ഐശ്വര്യമെന്ന്. ആദ്യ ഭരണം ഉറപ്പാക്കി കൊടുത്ത ആ 2016 മുതൽ പിണറായി കേക്കച്ചനോട് കടപ്പെട്ടിരിക്കുന്നു. പിണറായി വരും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിണറായിയുടെ ഐശ്വര്യം ആരാണ്? സതീശനല്ലേ. പിണറായിയുടെ ഐശ്വര്യം സതീശനാണ്. വേറൊന്നും വേണ്ട, പുള്ളി മാത്രം മതി. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് പാർട്ടിയെ ഇത്രയും പ്രതിസന്ധിയിലാക്കിയ ഇപ്രകാരം ഒരു ദുരന്ത നടപടിയെടുത്തതിൻ്റെ ഏക ഉത്തരവാദിത്തം ഈ നെട്ടൂർ കേക്കച്ചനാണ്. അന്ന് യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാരുടെ വ്യാജ ഫാക്ടറിയിൽ നിന്നും പടച്ചുവിട്ട ആ വ്യാജ വാർത്ത കേട്ട് തൊട്ടടുത്ത നിമിഷം തന്നെ യാതൊരു കൂടിയാലോചനകളോ യാതൊരു പ്രാഥമിക അന്വേഷണവും നടത്താതെ ചാടിക്കേറി ഇപ്രകാരം ഒരു നടപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് പരാതിയുള്ളവർ പോലീസിന് പരാതി കൊടുക്കട്ടെ, തെളിവുകൾ കൈമാറട്ടെ, പോലീസ് നീതിയുക്തമായ അന്വേഷണം നടത്തി കോടതിക്ക് അത് ബോധ്യപ്പെട്ട് ശിക്ഷ വിധിച്ചാൽ അന്ന് തന്നെ ഞങ്ങൾ പാർട്ടിയിൽ നിന്നും അയാളെ ആജീവനാന്തം പുറത്താക്കും. ഇത് സ്വീകാര്യമല്ലെങ്കിൽ ഇടതുപക്ഷത്തിരിക്കുന്ന സകല പെണ്ണുപിടിയന്മാരെയും നിങ്ങൾ പുറത്താക്കിയാൽ അന്ന് ഞങ്ങൾ രാഹുലിനെ പുറത്താക്കുന്ന കാര്യം പരിഗണിക്കാം എന്ന് തൻ്റെ ഇടത്തോടെ ഏതവനെങ്കിലും ഒരുത്തൻ പറഞ്ഞിരുന്നുവെങ്കിൽ അതോടെ ഈ പ്രശ്നം അന്നവിടെ അവസാനിക്കുമായിരുന്നു. എന്നാൽ ഇവന്മാർ രാഹുലിനെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ കൊല്ലാൻ എറിഞ്ഞു കൊടുത്തു. കാരണം അത് പടച്ചുവിട്ടത് മറ്റാരുമായിരുന്നില്ല, കേക്കച്ചൻ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ പൂർത്തീകരണം അയാളുടെ ആവശ്യകതയായിരുന്നു. അതോടെ എന്ത് സംഭവിച്ചു? കോൺഗ്രസ്സുകാരന്മാർക്ക് പ്രതിരോധിക്കാൻ പോലും അവസരമില്ലാതായി. അവർ രാഹുലിനെ വഴിയിൽ തടഞ്ഞു, പ്രതിഷേധമുയർത്തി. കഴിഞ്ഞ 120 ദിവസം സംസ്ഥാനത്ത് ഈ വിഷയം ആളിക്കത്തിച്ച് കൊണ്ടുപോയി. ഇപ്പോൾ ഇതാ ശബരിമല കൊള്ളയിൽ നിന്നും അവർ സമർത്ഥമായി ഈ വിഷയം കൊണ്ട് രക്ഷപ്പെട്ടു. തദ്ദേശ തിരഞ്ഞെടുപ്പും കരകയറി. രാഹുലിനെ നശിപ്പിക്കുവാൻ ഏറ്റവും ആവേശം കേക്കച്ചനും കിങ്ങിണിക്കുട്ടൻ കെ മുരളീധരനും മഞ്ചേരി വ്യഭിചാരഫയും നൂൽബന്ധമില്ലാതെ പിടിക്കപ്പെട്ട കോഴി ഉണ്ണിത്താനും ട്രെയിനിൽ അനാശാസ്യത്തിന് പിടിക്കപ്പെട്ട ആലപ്പുഴ താത്തയും കേക്കച്ചൻ്റെ കളിക്കൂട്ടുകാരി ആ എറണാകുളത്തെ മണി ചെയിൻ തട്ടിപ്പുകാരിയും ഒക്കെയായിരുന്നു. രണ്ടാം ഘട്ടമായപ്പോൾ കേക്കച്ചൻ പണി കിട്ടുമെന്ന് കണ്ട് ഒരുപടി പിന്നോട്ടിറങ്ങി ഇവറ്റകളെ മുന്നിൽ നിർത്തി കുരപ്പിച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഉച്ചിഷ്ടം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇവർ നന്നായി ആ പണി ചെയ്യുകയും ചെയ്തു. അവരെല്ലാം ഒടുക്കം അവസാനം പണിയും മേടിച്ചു. തിരുവനന്തപുരത്ത് കിങ്ങിണിക്കുട്ടൻ്റെ നാണംകെട്ട പരാജയത്തിനുള്ള ഏക കാരണം രാഹുലിനെതിരെ എടുത്ത ഇയാളുടെ ആ നിലപാട് തന്നെയായിരിക്കും, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് i2i ഇപ്രകാരം ഒരു ടാസ്ക് സ്വയമേ ഏറ്റെടുത്തത്. ഈ സത്യാവസ്ഥ രാഹുലിനെ തീർക്കുവാനുള്ള
നെട്ടൂർ കേക്കച്ചൻ്റെ ആ ഒരു കൊട്ടേഷനാണ് ഇതെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇപ്രകാരം ഒരു മിഷൻ 250 ആരംഭിച്ചത്. അതുപോലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. രാഹുലിനോടുള്ള ദേഷ്യം ഇത്രയും ശോഭകേടുകൾ ചെയ്തു തീർന്നിട്ടും കേക്കച്ചന് തീർന്നിട്ടില്ല. ഇനി അടുത്തത് രാഹുലിന് അനുകൂലമായി നിലപാടെടുത്തവരെയും തീർക്കുക എന്ന ലക്ഷ്യത്തോടെ കേക്കച്ചനും സംഘവും നീങ്ങുന്നു. അതിനുള്ള ഏറ്റവും പുതിയ ഉദാഹരണമാണ് രാഹുലിനോട് തുടക്കം മുതൽ മാനുഷിക പരിഗണന കാണിച്ച UDF കൺവീനർ അടൂർ പ്രകാശിനെതിരെയാണ് ഇപ്പോൾ അടുത്ത പടപ്പുറപ്പാട്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കേക്കച്ചൻ്റെയും സംഘത്തിൻ്റെയും കയ്യിലിരിപ്പ് കൊണ്ട്, ആ രാഹുൽ വേട്ട കൊണ്ട് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമുണ്ടായാൽ അത് ആരുടെയെങ്കിലും മുകളിൽ കൊണ്ട് കെട്ടിവെക്കണം. അടൂർ പ്രകാശിൻ്റെ ദിലീപ് അനുകൂല നിലപാട് കൊണ്ടാണ് കോൺഗ്രസിന് തിരിച്ചടിയുണ്ടായത് എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു മുൻകൂർ ജാമ്യമെടുക്കലാണ് അടൂർ പ്രകാശിനെതിരെയുള്ള ഇപ്പോഴുള്ള കോൺഗ്രസ്സുകാരുടെ ഈ പടപ്പുറപ്പാട്. അത് അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും മനസ്സിലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഹുലിൻ്റെ ഒളിത്താവളം അന്വേഷിച്ച് ഓടി ഓടി ഷൂസ് തേഞ്ഞ പോലീസുകാരോട് ഇനിയൊന്നല്പം വിശ്രമിക്കുവാൻ പിണറായി വിജയന് പറയാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.